Assalamualaikum, welcome back. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഡേ ലൈഫ് ഒന്നുമല്ല, എന്നൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ചിന്നമുട്ട, നമ്മുടെ കോഴി പാർട്സിലൊക്കെ വരുന്ന ചെറിയ മുട്ടല്ലേ, അതാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ കാലിക്കറ്റ് പോയപ്പോൾ അവിടെ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ, കുഞ്ഞി ചിന്നമുട്ട കേട്ടോ. അത് നല്ല രീതിയിൽ ഉണ്ടാക്കിയ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ നല്ല രീതിയിൽ വാഷ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ അതുപോലെ മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് തിളപ്പിക്കണ്ട, ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി, കാരണം അതൊന്ന് വേവിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കുക്കറിലൊന്നും ഇടണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുമ്പോൾ കണ്ടില്ലേ, കോഴിമുട്ടൻ്റെ കാര്യം അറിയാമല്ലോ, പെട്ടെന്ന് തന്നെ കുക്കാവുമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് തള വന്നപ്പോൾ ഇതായിട്ടുണ്ട്. പക്ഷേ ഞാൻ നൈറ്റിലാണ് ഈ ഒരു വേവിച്ച് വെച്ചത്, കാരണം ഞാൻ കാലിക്കറ്റ് പോയി വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ ആ ഒരു ടൈമിൽ ഉണ്ടാക്കണ്ടെന്ന് വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് തിളപ്പിച്ച് വെച്ചതാണ്. പിന്നെ പിറ്റേ ദിവസം രാവിലെയാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ഉള്ളിയും അതുപോലെ തക്കാളിയും ഇഞ്ചിയും പച്ചമുളക് അങ്ങനെ എല്ലാം കൂടി എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിതെല്ലാം നല്ല രീതിയിൽ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാൻ തക്കാളിയും അതുപോലെ തന്നെ നമ്മുടെ വലിയ ഉള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിത് ഒരു കടായി രൂപത്തിൽ കുറച്ച് നല്ല ടൈറ്റുള്ള ഗ്രേവി പോലെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് കരിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം കരിവേപ്പ് പറഞ്ഞാൽ നമ്മൾ വീട്ടിലുണ്ടാകാമെന്ന് എങ്കിൽ എല്ലാ ഫുഡിലേക്ക് ഇട്ട് കൊടുക്കുന്ന നല്ലൊരു സംഭവം തന്നെയല്ലേ. എനിക്കതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അതാ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള നമ്മുടെ സവാളയുടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു വിധം ഇങ്ങനത്തെ ഒരു വെറൈറ്റിയൊക്കെ ഞാനാണ് വീട്ടിലുണ്ടാക്കാറ്, കാരണം ഉമ്മാൻ്റെ നാടൻ സ്റ്റൈലിലുള്ള ഫുഡുകളൊക്കെ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഓരോ വെറൈറ്റി ഞാൻ തന്നെ കൊണ്ടുവരുമ്പോൾ ഞാൻ തന്നെയാണ് ഓരോ വെറൈറ്റി ഉണ്ടാക്കാറ് കേട്ടോ. അപ്പം നമ്മൾ ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് ഇടാറുണ്ട്. ഉള്ളി ഞാൻ നല്ല രീതിയിൽ ഇതാ വഴറ്റി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് മല്ലിച്ചപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിച്ചപ്പ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് തന്നെയല്ലേ എല്ലാത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ. അപ്പോൾ അതോടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നല്ല രീതിയിൽ ഇതാ ഞാനത് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന് ആ ഒരു പച്ചമണൊക്കെ മാറിയതിന് ശേഷം നമുക്കിതാ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഓരോന്നായിട്ട് നമുക്കിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ചില റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നമുക്ക് കിട്ടാറുണ്ടല്ലേ ഈ ചിന്നമുട്ട, അതുപോലെ തന്നെ ചെറിയ തട്ടുകടയിലൊക്കെ കിട്ടാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഞാനത് കഴിക്കാറുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് കുറേ കാലത്തിൻ്റെ ഇഷ്ടമാണ് ഈ ഒരു സംഭവം കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഉമ്മയാണ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കാലിക്കറ്റ് പോകുന്ന ടൈമിൽ നമുക്ക് മാർക്കറ്റിൽ പോയ സംഭവം കിട്ടുന്നു. അങ്ങനെ ഞാൻ കാലിക്കറ്റ് മീൻ മാർക്കറ്റിൻ്റെ അവിടെ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കിട്ടുന്നത്. ഓരോ പാർട്സും സെപ്പറേറ്റ് ആയിട്ട് കിട്ടും കേട്ടോ. ചില ആളുകൾക്ക് കഴുത്തായിരിക്കും ഇഷ്ടം ഉണ്ടാവുക, അത് തന്നെ വാങ്ങാൻ കിട്ടും. അതുപോലെ തന്നെ ഇങ്ങനത്തെ പാർട്സ് കംപ്ലീറ്റ് വരുന്ന അങ്ങനെ എല്ലാം കിട്ടും. അപ്പോൾ ഞാൻ ഇതാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് അതൊക്കെ വഴന്നതിന് ശേഷം അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലയുടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങളെ പാകം പോലെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മളിതാ വഴന്ന് വന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ പൊടികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്നാൽ ഇക്കാക്കും ഇഷ്ടമാണ്, ഹസ്ബൻഡിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഹസ്ബൻഡിനും ഇപ്പോൾ കൊടുക്കും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ അങ്ങനെയാണ് ഞാൻ ഈ ഒരു സംഭവം വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾക്കൂടിയും കാണിച്ചു തന്നതാണ്. നിങ്ങൾക്ക് എന്തായാലും ചിക്കൻ പാർട്സൊക്കെ കിട്ടുന്ന ടൈമിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഡേ ലൈഫ് എന്നൊക്കെ മാറ്റിയിട്ട് ഒരു റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസായിട്ട് നമുക്ക് ഡെയിലി കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിത് വഴറ്റി എടുക്കാം. അപ്പോൾ അഥവാ നിങ്ങൾക്ക് ഇങ്ങനത്തെ പാർട്സോ അല്ലെങ്കിൽ ഇതുപോലത്തെ ചിന്നമുട്ടയൊക്കെ കിട്ടുന്ന ടൈമിൽ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് തിളപ്പിച്ച് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് വെക്കുന്നതിനായിട്ട് കേടാവാതെ നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ ഞാൻ നൈറ്റിൽ വേവിച്ച് വെച്ചാന്ന് പറഞ്ഞിട്ടില്ലായിരുന്നോ, അപ്പോൾ ഇതാണ് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ചൂടാക്കിയിട്ടൊന്നുമില്ല, ഇനി നമ്മൾ ചൂടായതിലേക്കല്ലേ ഇടുന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുകയാണ്. പിന്നെ കുറച്ച് വെള്ളമുണ്ട്, ഈ വെള്ളം കൂടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടല്ലേ കുഞ്ഞു മുട്ട കേട്ടോ, കഴിക്കാൻ നല്ല ടേസ്റ്റാട്ടോ. ചില ആൾക്കാർക്ക് കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നല്ല രീതിയിൽ 2-3 തിളച്ചപ്പോൾ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. കോഴിമുട്ട എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആവുന്നൊരു സംഭവമാണ്. അപ്പം നമ്മൾ ഈ ഒരു ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു കൂട്ടിലേക്ക് നമ്മൾ ഇതാ ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്.
വീഡിയോ എത്രത്തോളം ക്ലിയർ ആയിട്ടുണ്ടോയെന്നൊന്നും അറിയില്ല. കാരണം ഒരു കൈ കൊണ്ട് ഫോൺ പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ടാണ് ഇളക്കി കൊടുക്കുന്നത്. കാരണം എനിക്ക് ട്രൈപോഡ് വെച്ചിട്ട് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അതും ഇങ്ങനത്തെ എന്തെങ്കിലും റെസിപ്പി വീഡിയോസ് എടുക്കാൻ പല ആളുകൾ ചെയ്യുന്നതായിരിക്കും, പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു കംഫർട്ടായിട്ട് തോന്നാറില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു കൈ കൊണ്ട് ഫോൺ പിടിച്ചിട്ട് ഒരു കൈ കൊണ്ട് മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്ന അങ്ങനെ ഒരു സംഭവമാണ്. നമുക്ക് എപ്പോഴും വ്ളോഗ് എടുക്കുന്ന ടൈമിൽ നമുക്കൊരാൾ എക്സ്ട്രാ ക്യാമറ ആയിട്ട് ഉണ്ടാവുന്ന എനിക്ക് ഏറ്റവും ബെറ്റർ. പക്ഷെ ഉമ്മാൻ്റെതായിട്ടുള്ള ജോലിൻ്റെ തിരക്കിലാകുമ്പോൾ നമുക്ക് എന്തായാലും ഉമ്മാനെ വിളിക്കാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ എത്രത്തോളം ക്യാമറ എനിക്ക് നല്ല രീതിയിൽ മനസ്സിലാണ്ടോന്നൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ക്ഷമിക്കുക. അപ്പം ഞാനിതാ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇതാ തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ എക്സ്ട്രാ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. ഞാൻ ആ തിളപ്പിച്ചപ്പോൾ ഉള്ള ആ ഒരു വെള്ളമല്ലേ അത് മാത്രം ഒഴിച്ചിട്ട് എടുത്തിട്ടുള്ളൂ. അതിനുശേഷം നല്ല രീതിയിൽ ഇതാ ഒന്ന് കുറച്ച് നേരം അടച്ച് വെച്ചിട്ടും അല്ലാതെയൊക്കെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് വേവിക്കണം. ആ മസാല അതിലേക്ക് കുടിക്കാനുള്ള ആ ഒരു വേവാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. സംഭവം സിമ്പിളാണ്. നമ്മൾ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല. നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന റെസിപ്പി പോലെ തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എപ്പോഴും പാർട്സ് കിട്ടുന്ന ടൈമിലോ അല്ലെങ്കിൽ ഇതുപോലത്തെ കുഞ്ഞു മുട്ട കിട്ടുന്ന ടൈമിലൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അല്ലെങ്കിൽ ഇതേമാതിരി എനിക്ക് കാടമുട്ട വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. സംഭവം എന്തായാലും അടിപൊളിയാണ്. ഒരുപാട് ടഫുള്ള സംഭവം ഒന്നുമല്ല. കൊച്ചു കുട്ടികൾക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള കുഞ്ഞു റെസിപ്പിയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാനിവിടെ വീട്ടിലുണ്ടാക്കിയപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് കാണിച്ചതാണ് കേട്ടോ. പിന്നെ ഈ ഒരു സംഭവം എപ്പോഴും നമുക്ക് കിട്ടിക്കോണമെന്നില്ല. ഞാൻ തന്നെ ഇപ്പോൾ നമ്മൾ നാട്ടിൽ കിട്ടാത്തതുകൊണ്ട് ഞാൻ കാലിക്കറ്റ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇതുപോലെ ഇഷ്ടമുള്ളവർ അങ്ങനെ കാലിക്കറ്റ് മാർക്കറ്റിൽ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ നാട്ടിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ. ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റിൽ അറിയിക്കുക കേട്ടോ. അതിനുശേഷം ഇതൊക്കെ വേവിച്ചതിന് ശേഷം ഹസ്മോന് കാടമുട്ട ഫ്രൈ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ത് പണി കാണിച്ച് ഇതിലത്തെ ചിന്നമുട്ട കൊണ്ട് തന്നെ ജസ്റ്റ് കാടമുട്ട ഫ്രൈ പോലെ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ കരിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പേസ്റ്റ് ആയത് ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ പേസ്റ്റ് ആയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി വെളിച്ചെണ്ണ കുറവാന്ന് വിചാരിച്ചിട്ട് ഞാൻ മറന്നു ഒഴിച്ചത് ഓയിലാണ് കേട്ടോ. അപ്പോൾ ഓയിലിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചാലും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലായാൽ ചെറുതായിട്ട് വെള്ളപ്പത വരും അല്ലേ. അത് ചെറിയൊരു ഫാൾട്ട് പറ്റിയതാണ്. അപ്പം ഞാൻ അത് പറഞ്ഞതാണ്. ചില ആളുകൾക്ക് അറിയാത്തവർക്കും ആ ഒരു പാടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് സ്കിപ്പ് ചെയ്യാതെ നിന്നതാണ്. അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ഞാൻ കുറച്ച് ഓയിൽ ആഡ് ചെയ്തപ്പം ഇതുപോലെ പതച്ച് വന്നതാണ്. പിന്നെ ഇതിലേക്ക് പൊടിയായിട്ട് ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാലയുടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം കൂടി വഴറ്റിയതിന് ശേഷം ഞാൻ നമ്മുടെ ചിന്നമുട്ടല്ലേ അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഹസ്ബൻഡ് കാടമുട്ട ഫ്രൈ വേണമെന്ന് പറഞ്ഞപ്പം ഞാൻ അതുപോലെ ഉണ്ടാക്കിയെടുത്തത്. ഇതിലേക്ക് ചപ്പൊക്കെ ഉണ്ടാക്കിയാൽ അടിപൊളിയായിരിക്കും കേട്ടോ. പക്ഷേ ചപ്പ് ഞാൻ നേരത്തെ ഇട്ടപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ആ ഒരു കറി നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഗ്രേവിയിൽ നിന്ന് എടുത്ത ചിന്നമുട്ടയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അതിനുശേഷം ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഹസുമോന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സംഭവം. നമ്മൾ കാലിക്കറ്റ് ബീച്ചിലൊക്കെ വരുമ്പോൾ കിട്ടുന്ന കാടമുട്ടല്ലേ ആ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ 2 റെസിപ്പിയാണ് ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ രണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അതും രണ്ടും നല്ല സിമ്പിളായിട്ടുള്ള മെത്തേഡിലാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ 2 റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പി വീഡിയോ അല്ലെങ്കിൽ ഫാമിലി വ്ളോഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോ വരുന്നത്. തൽക്കാലം നമ്മളെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ ഹസ്മോൻ എന്തായാലും ഈ ഒരു സ്റ്റിക്ക് വേണം കേട്ടോ നമ്മുടെ കാടമുട്ട കഴിക്കണമെങ്കിൽ. അപ്പം ഞാനിതുപോലെ സ്റ്റിക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൾ ഹാപ്പി ആയിട്ടുണ്ട്. ആളിപ്പോൾ ഇങ്ങനെ കിടക്കില്ലേ. അപ്പോൾ ആൾക്കൊരു